ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ദേശവും എഴുത്തും എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യമാണ്, പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ്? അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. യഥാർത്ഥ ആദിവാസി ജീവിതം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്ത നോവലാണ് നാരായണൻ്റെ കൊച്ചരേത്തി. ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ സംസ്കാരത്തെയും വളരെ ലളിതമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മലയരയന്മാരായ അവരുടെ കഞ്ഞിപ്പുരയും ഏറുമാടവും പ്രധാന ദേശമുദ്രകൾ തന്നെയാണ്. മരുതിന് മുകളിലെ ഏറുമാടവും കൃഷിയിടവും എല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള അവരുടെ ജീവിതത്തിൻ്റെ സൂചനയാണ്. കൂടാതെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിക്കുന്ന അവരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടുന്ന തീയുണ്ടാക്കുന്ന രീതിയും അതിനുപയോഗിക്കുന്ന വസ്തുക്കളും മുളം കുറ്റിയും പനമ്പഞ്ഞിയും ഉരുക്കും വെള്ളാരം കല്ലും കരിക്കട്ടയും എല്ലാം തന്നെ അവരുടെ പരമ്പരാഗത അറിവിനെ തുറന്നു കാട്ടുന്നു. കൂടാതെ മുളംകുറ്റിയായിരുന്നു വെള്ളം ശേഖരിക്കാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഏറുമാടത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കല്ലൻമുളയും കീറിയുണക്കി ചുരുളുകളായി കെട്ടിയ ചൂരൽ വള്ളിയും അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ്. ഇത്തരത്തിൽ പ്രകൃതി വിഭവങ്ങൾ മാത്രം ആശ്രയിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മലയരയന്മാരുടെ പരമ്പരാഗത അറിവുകളെക്കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചുമുള്ള ദേശീയ മുദ്രകൾ കഥയിൽ പ്രതിഫലിക്കുന്നു.